ഈ ഹ്രസ്വചിത്രത്തിലെ കഥാപാത്രങ്ങൾ തികച്ചും സാങ്കല്പിക സൃഷ്ടികൾ മാത്രമാണ്. ഇവരുമായി ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്ന മട്ടിലുള്ളവരോ ആയ ആരോടെങ്കിലും ആർക്കെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള സാദൃശ്യം, അതായത് അതുതാൻ അല്ലയോ ഇത് എന്ന് വർണ്ണത്തിൽ ആശങ്ക തോന്നിയാൽ അത് കേവലം യാദൃച്ഛികമോ വിവരക്കേടോ മാത്രം ആവുന്നു. ഈ ചിത്രത്തിന്റെ നിർമ്മാണത്തിൽ യാതൊരു മനുഷ്യരെയും ഉപദ്രവിച്ചിട്ടില്ല. ഹലോ, ഞങ്ങള് യാത്രയിലാണ്. ഞങ്ങൾ ഒറ്റപ്പെട്ട ക്ഷണത്തിന്റെ കാര്യത്തിനായിട്ട് ഇറങ്ങിയതാണ്. കറൻസി രഹിത ഇടപാടുകളെ കുറിച്ചിട്ടുള്ള മാറ്റങ്ങൾ അത് ഏറ്റവും അധികം ദൃശ്യമായിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. വല്യമാമിയുടെ അനിയന്റെ അവിടെ ക്ഷണിക്കണം. ഈ കറൻസി രഹിത ഇടപാടുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്ന് പറഞ്ഞു. നമസ്കാരം. പിന്നെ പള്ളിയില് കുഞ്ഞമാമിയുടെ അനിയന്റെ അവിടെ ക്ഷണിക്കണം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പാസ്ത റെസിപ്പിയാണ്. ഞാൻ പിന്നെ വിളിക്കാം. ആൽഫ്രഡോ പാസ്ത. പാസ്ത പല ഷേപ്പിൽ ലഭിക്കാറുണ്ട്. എനിക്ക് ആ വല്യമാമിയുടെ അവിടെ ക്ഷണിക്കാം, അനിയന്റെ അവിടെ ക്ഷണിക്കാൻ പോണേനല്ല, ആ എഴുതിയില്ലേ, എന്താ അവരുടെ ഒരു നാട്യം. ഈ അവസരത്തിൽ ആവശ്യമെങ്കിൽ നേരത്തെ പാസ്ത തിളപ്പിച്ച ചൂടുവെള്ളം അല്പം ഒഴിച്ച് ഇത് അല്പം ലൂസാക്കി എടുക്കാവുന്നതാണ്. മട്ടന്നെ ഇരിക്കുന്നുണ്ട്. അതെ, നീ വേഗം ക്ഷണിച്ചറിഞ്ഞാൽ അധികം നേരം അവിടെ അയ്യോ, ഞാനൊരു ആഭരണങ്ങൾ നോക്കിട്ടില്ലേ എപ്പോ വരെ. എന്താ ഇല്ലത്ത് ഇരിക്കുമ്പോ ഇങ്ങനെയൊക്കെ ആവശ്യമുണ്ടോ? എനിക്ക് ഇങ്ങനെ അശുവായിട്ടൊന്നും പറ്റില്ല. പോലെ ഇങ്ങനെ ഒരു പൊട്ട മുണ്ടും ചിറ്റി എന്താ എടുത്തിട്ടൂടെ? എന്താ ആവശ്യമൊന്നുമില്ല. ഹരി വരൂ. പ്രഭെടുത്തില്ലേ? എന്തൊക്കെയാ? സുഖം. ഒരു അധികരിക്കാം. പ്രഭേ, ആരൊക്കെയത്? കുറെ കാലായില്ലോ കണ്ടിട്ട്. എന്തൊക്കെയാ വിശേഷങ്ങള്? അങ്ങനെ പോണു. വരൂ, ഉള്ളിക്കിരിക്കാം നമുക്ക്. അല്ല വേണ്ട, ഇവിടെ തന്നെ ഇരുന്ന് വരൂ. എന്തിനാ അവിടെ ഒരു ഉള്ളിലേക്ക് ഇരുത്തായിരുന്നില്ലേ? അല്ല, ഞങ്ങള് ഇപ്പൊ തന്നെ ഇറങ്ങും. കുട്ടികളെ കൊടുക്കണേ, അപ്പൊ അതിന് ക്ഷണിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. കുട്ടിയുടെ ആയില്ലേ? കേട്ടോ. ഇൻവിറ്റേഷൻ. അപ്പൊ ഈ മാസം 14 15 ആണ്. അതിനൊന്നും കൂടിയിട്ട് രണ്ടാളും വരിക. എവിടേക്കാ കുട്ടിയെ കൊടുക്കണെന്നാ പറഞ്ഞേ? പാലിയേക്കരക്ക്. അറിയില്ല കേട്ടോ, കേട്ടിട്ടില്ല. അപ്പൊ കാപ്പി എടുക്കട്ടെ? വേണ്ട, ഞങ്ങൾ ഇറങ്ങേ. അതെയോ? ഓ, ശിക്കല് ക്ഷണിക്കാണ്ടാവൂല്ലോ അല്ലെ? ഞങ്ങൾക്ക് കുഞ്ഞമ്മാവിയുടെ അനിയന്റെ അവിടെ കൂടി ക്ഷണിക്കണേ. അപ്പൊ അർളിയില് സുമി നാരായണിയോ അവരെയും ക്ഷണിക്കണ്ടോ? അതിപ്പോ എന്തിനാ? എടപ്പാളല്ലേ തറവാട്, അവിടെ ക്ഷണിച്ചാ പോരെ? അതല്ലേ നമ്മള് പതിവ്, അവിടെ ക്ഷണിച്ചാ മതി. അല്ല, നിങ്ങളൊക്കെ ക്ഷണിക്കുമ്പോ അവരെയും കൂടി ക്ഷണിക്കണ്ടേ? അതിനിപ്പോ ഇവിടെ ഓപ്പിള് ജീവിച്ചിരിക്കണ്ടല്ലോ നിങ്ങളുടെ വല്യമാമി. കുഞ്ഞമാമി അങ്ങനെയല്ലല്ലോ, കുഞ്ഞമാമി മരിച്ചില്ലേ. അപ്പൊ എടപ്പാട് മാത്രം മതി. അപ്പൊ പിന്നെ തറവാട്ടിൽ മാത്രം ക്ഷണിച്ചാ മതി. അത് മതി. നമുക്ക് ഇറങ്ങാല്ലേ എന്നാ? അപ്പൊ ശരി, വരൂ എല്ലാരും. നോക്കട്ടെ. വരാം, ഞങ്ങള് വരാം. ബുള്ളറ്റോ? പണ്ട് ഇല്ലത്തെ കേശവൻ ഉണ്ടായിരുന്നില്ലേ? കേശവൻ ആരാ? അതേപോലെ ബുള്ളറ്റ്. കാറില് ഡ്രൈവറെ വെച്ചിണ്ടേ. അപ്പൊ ഞങ്ങളിപ്പോ അതിലാ യാത്ര. കാറില്ല, എല്ലായിടത്തേക്കും എല്ലാം പോവാ. ഇതിപ്പോ ഇങ്ങനെ ആനയെ നിർത്തിയ പോലെ നിർത്തിയിടന്നെ കൊണ്ടുള്ളൂ. വരുണ്ടോ? പോവല്ലേ? ശരി കേട്ടോ.
എന്ത് സ്പീഡിലാ പിന്നിക്ക് റിവേഴ്സ് ഗിയറിൽ പോയത് അല്ലേ? കണ്ടുപഠിക്കൂ. താൻ എന്തിനാ ഈ പള്ളിയിൽ പാമാമ്പള്ളത്തെ നാരായണനെ സ്വയം പഠിക്കണ്ടെന്ന് പറയണത്? അവരെ പഠിക്കേണ്ടതല്ലേ? ഓ, എന്നിട്ട് വേണം അണിഞ്ഞൊരുങ്ങി കേമത്തിയായിട്ട് ആ സുമയ്ക്ക് അങ്ങനെ വിലസാൻ. ആൾക്കാരൊക്കെ ഇങ്ങനെ പറയും പൂക്കുന്ന പൂത്ത പോലെ ഇങ്ങനെ പറയും. അതൊന്നും വേണ്ട ചേട്ടൻ. പിന്നെ ആരാ എന്നെ നോക്കുക? അതുകൊണ്ട് തന്നെ കളരി വിളക്ക് തെളിഞ്ഞതാണോ, കൊന്ന മരം പൂത്തുലഞ്ഞതാ. എന്താ പാടണേ? എന്താ പാടണേ? കളരി വിളക്കൊന്നുമല്ല, കുത്തുവിളക്കാണ് കയ്യിലെന്ന് ഓർമ്മയിലിരിക്കട്ടെ. സൂര്യൻ ഉദിച്ചതാണോ, കൊന്നത്ത് സൂര്യൻ